5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരളത്തിലെ 2% വരുന്ന ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർ, അത് തന്നെ ഇന്ത്യ എടുത്താലും 2-3% അതല്ല 100%ഒന്നുമില്ല. ആ 2-3% വരുന്ന ബ്രാഹ്മണന്മാരെ നേരം വെളുത്ത ഇരുട്ടുന്നത് വരെ തെറി പറയുക എന്ന് പറയുന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. എന്ത് കാര്യം വന്നാലും, അതാരെന്ത് കാര്യം വന്നാലും ഉടൻ തന്നെ തമ്പുരാൻ, ബ്രാഹ്മണം, ബ്രാഹ്മണിക്കൽ, ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണന്മാരെ തെറി പറയുന്നത് ഒരു ഫാഷനായിട്ടുണ്ട്. നിങ്ങൾ ബ്രാഹ്മണന്മാരുടെ പക്ഷത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ തിരുവനന്തപുരത്തുള്ള കിഴക്കേക്കോട്ടയ്ക്ക് അടുത്തുള്ള അഗ്രഹാരത്തിലേക്ക് ഒന്ന് പോയി നോക്കൂ. എത്ര ബ്രാഹ്മണരാണ് വലിയ ബഹുനില കെട്ടിടങ്ങൾ വച്ചിരിക്കുന്നത്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഒറ്റമുറിയിൽ താമസിക്കുന്നവർ, പഴയ ഓടിട്ട കെട്ടിടത്തിൽ താമസിക്കുന്നവർ, അവർ രാവിലെ എഴുച്ച് കോലവും ഇട്ട് കാപ്പിയും കുടിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടി കഴിയുന്നവരുണ്ട്. ചെറിയ കച്ചവടം ചെയ്ത് കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ. നിങ്ങൾ പാലക്കാട് അഗ്രഹാരത്തിലേക്ക് പോയി നോക്കൂ. എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ. എന്നിട്ട് അവരാരും തിരിച്ചു വന്നിട്ട് ഈ പറയുന്ന അവർക്ക് കിട്ടുന്ന തെറിക്ക് പകരമായി അവരാരും ഒരു ഫോൾഡറിലും വന്നൊന്ന് തെറിയും പറയുന്നില്ല. ഞാൻ ജാതി പറയുന്നതല്ല, വേറെ ചില കാര്യങ്ങൾ പറയാം. ഒരു സംവരണമുള്ളവരല്ല ബ്രാഹ്മണ വിഭാഗത്തിലുള്ളവർ. അതുപോലെ ബ്രാഹ്മണർ മാത്രമല്ല, ബ്രാഹ്മണന്മാർ, പോറ്റിമാർ, തിരുമേനിമാർ, നമ്പൂതിരിമാർ, ഇങ്ങനെ 3-4 വിഭാഗക്കാരുണ്ട്. ഇവരാരും വളരെ അതിൽ നാമമാത്രമായിട്ടുള്ളവർ മാത്രമേ വലിയ ജോലിയിലൊക്കെ ഇരിക്കുന്നുള്ളൂ. മഹാഭൂരിപക്ഷം പേരും ജോലിയിലല്ല. ചെറിയ ബിസിനസ്സുകൾ, ഹോട്ടലുകൾ നടത്തുക, ക്യാൻറ്റീനുകൾ നടത്തുക, ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കി വിറ്റ് കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അച്ചാറുണ്ടാക്കി വിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോഴും അവർ മാനാഭിമാനത്തോടുകൂടി ആരോടും തെറി പറയാതെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് 2 നേരം കുളിച്ച് വലിയ രീതിയിലുള്ള വൃത്തിയും ശുചിത്വവും ഒക്കെ ആയത്തോടുകൂടി കഴിയുന്നവരാണ്. അവരിൽ ക്രിമിനലുകളില്ല. അവർ ക്രിമിനൽ പരിപാടിക്കൊന്നും പോകുന്നില്ല, ജയിൽ പുള്ളികളാകാൻ പോകുന്നില്ല, കൊള്ളയ്ക്ക് പോകുന്നില്ല, കൊലയ്ക്ക് പോകുന്നില്ല, ഒരക്രമത്തിനും പോകുന്നില്ല. അവരുടെ മക്കൾ എവിടെയെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷനുള്ള സ്ഥലത്ത് മത്സര പരീക്ഷയിൽ കുത്തിയിരുന്ന് മത്സരിച്ച് പഠിച്ച് 70%-80% മുകളിൽ മാർക്ക് വാങ്ങിയാൽ മാത്രമേ അവർക്ക് ജോലിയിൽ കയറാൻ പറ്റൂ. അതേസമയം സഹപ്രവർത്തകരായിട്ടുള്ള 30% ഉള്ളവർ, 25% ഉള്ളവർ, UGCയിൽ വരെ, ഡോക്ടർ വരെ, എഞ്ചിനീയർ വരെ, IASൽ വരെ റിസർവേഷനിലൂടെ കടന്നു പോകുന്ന കാണുമ്പോൾ ബ്രാഹ്മണ കുട്ടികളും ഉയർന്ന സമുദായത്തിൽപ്പെട്ടവരും കരഞ്ഞിരി പോകുന്നത് എത്രയോ അവസരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? 18-ാം നൂറ്റാണ്ടിൽ നടന്ന ക്രൂരതകൾക്ക് ഞങ്ങൾ എന്ത് വേണം? 200 വർഷം കഴിഞ്ഞില്ലേ? ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത്? ഞങ്ങളുടെ എത്രയോ തലമുറകൾ കഴിഞ്ഞു. ഞങ്ങൾക്കിന്ന് ദേവസ്വം സ്വത്തുണ്ടോ? ഞങ്ങൾക്കിന്ന് അമ്പലം സ്വത്തുണ്ടോ? എത്രയോ പോറ്റിമാർ, തിരുമേനിമാർ അമ്പലങ്ങളിൽ കിട്ടുന്ന ചോറ് മാത്രം കഴിച്ച്, അവിടുത്തെ വഴിപാട് മാത്രം കഴിച്ച് കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ. എത്രയാണ് സാധാരണ അമ്പലത്തിൽ കൊടുക്കുന്ന വരുമാനം? വെളുപ്പാങ്കാലം 3 മണിക്ക് എണീറ്റ് 4 മണിക്ക് മുമ്പേ അമ്പലത്തിലെത്തി അവിടുത്തെ നിർമാല്യം മുതൽ രാത്രി 8 മണി വരെ 9 മണി വരെ ക്ഷേത്രത്തിൽ പൂജ നടത്തി, ചില ദിവസങ്ങളിൽ ഒരാൾ പോലും വരാത്ത അമ്പലങ്ങളുണ്ട്, ഒരു പൈസ പോലും കാണിക്ക കിട്ടാത്ത അമ്പലങ്ങളുണ്ട്. അവിടെ നിന്ന് പൂജ നടത്തി ജീവിക്കുന്ന എത്രയോ നിശബ്ദരായ ദൈവസേവകരുണ്ട്, ദൈവ ശുശ്രൂഷകരുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് വന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി നേരം വെളുത്താരിട്ടുമില്ല രാമനെയും സീതയെയും അതുപോലെ രാമായണത്തെയും ഭഗവത്ഗീതയും ഒക്കെ തെറി പറയുന്ന ഒരു ഫാഷനായിട്ടുണ്ട് കേരളത്തിൽ. നിങ്ങളിത് സീരിയസ് ആയിട്ട് ആലോചിക്കണം. ഗൗരവമായി ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. ഈ വിഭാഗത്തിൽ ദരിദ്രൻ നാരായണന്മാർ ധാരാളമുണ്ട്. അവരെ എങ്ങനെ സഹായിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. സാമ്പത്തിക സംവരണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മറ്റൊരു വിഭാഗം ആളുകളുടെ വലിയ ബഹളം ഉണ്ടാക്കും. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ സംവരണത്തിൻ്റെയൊക്കെ പേരിൽ നല്ലൊരു വിഭാഗം ആളുകൾ നല്ല രൂപത്തിൽ അത് നേരായ മാർഗത്തിലും അല്ലാതെയും ദുരുപയോഗം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും യാതൊരു സംവരണവുമില്ലാതെ, യാതൊരു രീതിയിലുള്ള ഒരു സഹകരണമില്ലാതെ വളരെ കൃത്യമായി പോയി പഠിച്ച് പോകുന്ന ഒരു വിഭാഗം, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് ജോലി നേടുന്ന ഒരു വിഭാഗത്തെ മുഖത്ത് നോക്കി കുറ്റം പറയുന്ന രീതി വളരെ 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 വലിയ തോതിലാണ് വരുന്നത്. ഞാനിത് പറയാൻ കാരണം, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഒരു ബ്രാഹ്മണനെ തെറി പറയും, ബ്രാഹ്മണിക്കലെന്ന് പറഞ്ഞ് തുടങ്ങും. പിന്നെ അങ്ങോട്ട് തെറി അഭിഷേകമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്നിട്ട് മറുവശത്തിരുന്ന് പറയും ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ഞങ്ങൾ മതേതര കേരളമാണ്, സോഷ്യലിസ്റ്റ് കേരളമാണ്, ഇവിടെ ജാതി രഹിത സമൂഹമാണ്, യുക്തിവാദി സമൂഹമാണ്. ഞാൻ ഒരുപാട് യുക്തിവാദികളുടെ ഫോൾഡർ കാണിച്ചു തരാം. ആ ഫോൾഡറുകളിലും അവർ യുക്തിവാദം പറയുകയും അവരുടെ ഫോൾഡറിൻ്റെ പേര് പോലും യുക്തിവാദി എന്നൊക്കെയാണ്. പക്ഷേ താഴോട്ട് പോയാൽ അവർ കംപ്ലീറ്റ് പറയുന്നത് ബ്രാഹ്മണ വിരുദ്ധതയും അതുപോലെ ഇവിടുത്തെ ഈ പറയുന്ന വിഭാഗം ആളുകളെ തെറി പറയുന്നത് ഫാഷനായിട്ടുണ്ട്. ചോദിക്കാനും പറയാനും
തിരിച്ചടിക്കാനും തിരിച്ചു പറയാനും കഴിയാതെ നിൽക്കുന്ന ഒരു വിഭാഗത്തെ നോക്കി എന്തും ചെയ്യാമല്ലോ, എന്തും പറയാമല്ലോ. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇവരെ ഉപദ്രവിക്കണമെന്നല്ല അപ്പോഴും പ്രാർത്ഥിക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഒരു ബ്രാഹ്മണനും ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല യവനെ എന്ത് ചെയ്യരുത്, യവനെ ഉപദ്രവിച്ചേക്കണേമെന്ന്. സദ്ബുദ്ധി കൊടുക്കണേ, നല്ല ബുദ്ധി കൊടുക്കണേ എന്നാണ് പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബ്രാഹ്മണ സഭയിൽ പോയി സംസാരിക്കാനിടയായി. അവർ വളരെ വേദനയോടുകൂടി പറഞ്ഞത്, ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ തെറി പറയുന്നത്, ഞങ്ങളുടെ മക്കളെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞത്, എന്നിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് സദ്ബുദ്ധി കൊടുക്കണമേ, ഞങ്ങളെ മക്കളെ ഏതെങ്കിലും കാലത്തിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക്, ഇപ്പോഴത്തെ എല്ലാ മക്കൾക്കും അപ്പർ ഹാൻഡ് കിട്ടണേ. അതിന് സംവരണമൊക്കെ ഒന്നും വിഷയമല്ല, അതെല്ലാം കൊടുത്തോട്ടെ. പക്ഷെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ തുടർച്ചയായി തെറി കേൾക്കുന്നത്? ഈ ഫോൾഡറുകളിൽ വന്ന് ഏത് കാര്യം പറയാം, അത് കലോത്സവം എടുത്താലും നമ്മുടെ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ ഉണ്ടല്ലോ, ഇപ്പോൾ നേരത്തെ 24-ലുണ്ടായിരുന്ന ഇപ്പോൾ റിപ്പോർട്ടിൽ അനിൽകുമാർ അടക്കം നമ്മുടെ കലോത്സവത്തിന്, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾക്ക്, സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോലും ജാതിയും മതവും വർഗവും ഗോത്രവും ഒക്കെ കൊണ്ടുവന്ന് വലിയ തോതിലാണ് ബ്രാഹ്മണ സമൂഹത്തെയും ഉയർന്ന സമുദായത്തെയും അധിക്ഷേപിക്കുന്നത്. ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന പൂജാരിമാർക്ക് ചിലപ്പോൾ നല്ല ദക്ഷിണ കിട്ടും, ആറ്റുകാൽ ക്ഷേത്രത്തിലുള്ളവർക്കൊക്കെ കിട്ടും. അതേസമയം സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്ന ദരിദ്ര കോടികളായ വലിയ തോതിലുള്ള 10-40,000 ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോകുന്ന പാവപ്പെട്ട പോറ്റിമാർക്കും മേൽശാന്തിമാർക്കും കീഴ്ശാന്തിമാർക്കൊന്നും അങ്ങനെ വല്ല പണമൊന്നും കിട്ടുന്നതല്ല. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു വിഭാഗത്തെ എതിർക്കാനും തെറി പറയുവാനും. തീർച്ചയായും ഈ ജാതിമത പേക്കോല പരിപാടികളൊക്കെ മതിയാക്കി മെരിറ്റിൻ്റെ കാലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം.